അദാനി കോഴയിലും സംഭൽ സംഘർഷത്തിലും പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. സംഭൽ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. അദാനി കോഴ വിഷയത്തിൽ കറുത്ത ജാക്കറ്റ് അണിഞ്ഞ് പാർലമെന്റ് വളപ്പിലായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. അദാനി കോഴ വിഷയത്തിൽ പാർലമെന്റ് കവാടത്തിലെ പ്രതിഷേധം സ്പീക്കർ വിലക്കിയതോടെ കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ശൈലി മാറ്റി. അദാനിയും മോദിയും ഒന്നെന്നും അദാനി സുരക്ഷിതനെന്നും എഴുതിയ കറുത്ത ജാക്കറ്റ് ധരിച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. അദാനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഒരിക്കലും മോദി തയ്യാറാകില്ലെന്ന് രാഹുൽ. ലോക്സഭയിൽ സമ്പൽ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. നിഷികാന്ത് ദുബെ സംസാരിച്ച ശേഷം അവസരം നൽകാമെന്ന് സ്പീക്കർ. വിദേശ വ്യവസായി ജോർജ് സോറോസിന്റെ ഫണ്ട് കൈപ്പറ്റി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ തകർക്കാനും പാർലമെന്റ് തടസ്സപ്പെടുത്താനും ശ്രമിക്കുന്നുവെന്ന ദുബെ. രാജ്യസഭയിലെ ശൂന്യവേളയിൽ BJP അംഗം സുധാൻഷു ത്രിവേദി സമാന ആരോപണം ഉന്നയിച്ചു. എന്നാൽ ചെയർമാൻ ജഗ്ദീപ് ധങ്കർ അധിക സമയം നൽകിയതിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെ സഭ തടസ്സപ്പെട്ടു. ലോക്സഭയിൽ റെയിൽവേ നിയമ ഭേദഗതി ബില്ലിലെ ചർച്ചകൾക്ക് മറുപടി പറയാൻ മന്ത്രി അശ്വിനി വൈഷ്ണവ് എത്തിയപ്പോഴും സമ്പൽ വിഷയവും നിഷികാന്ത് ദുബെയുടെ ആരോപണവും ഉന്നയിച്ച പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം തുടർന്നു. ബഹളത്തെ തുടർന്ന് മറുപടി പൂർത്തിയാക്കാനാകാതെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 24 ഡൽഹി.